ഹായ് കൂട്ടുകാരെ, ഹായ് പ്രൈസ് ലോർഡ്. നമ്മൾ യോശുവയുടെ കൂടെയാണല്ലോ നമ്മുടെ യാത്ര. മുന്നിലും പിന്നിലും കർത്താവിൻ കരുതൽ, വാഗ്ദത്ത നാട്ടിൽ നടത്തിടുവാൻ കൃപയിൻ കരുതലത്തിൽ ചേർത്തു നടത്തി താൻ വഴിയായെന്നും കാത്തിടുമേ. മുന്നിലും പിന്നിലും കർത്താവിൻ കരുതൽ, വാഗ്ദത്ത നാട്ടിൽ നടത്തിടുവാൻ കൃപയിൻ കരുതലത്തിൽ ചേർത്തു നടത്തി താൻ വഴിയായെന്നും കാത്തിടുമേ. വിജയത്തിനായി നാം കുറുക്കു വഴിയില്ല, സത്യവും നീതിയും കാത്തിടുമ്പോൾ പാപത്തിൻ വഴിയെന്നും നാശത്തിൻ കുഴിയാഴ്ത്തും അനുതാപനുസരണം അനുഗ്രഹമാ. വിജയത്തിനായി നാം കുറുക്കു വഴിയില്ല, സത്യവും നീതിയും കാത്തിടുമ്പോൾ പാപത്തിൻ വഴിയെന്നും നാശത്തിൻ കുഴിയാഴ്ത്തും അനുതാപം അനുസരണവും അനുഗ്രഹമാ. മുന്നിലും പിന്നിലും കർത്താവിൻ കരുതൽ, വാഗ്ദത്ത നാട്ടിൽ നടത്തിടുവാൻ കൃപയിൻ കരുതലത്തിൽ ചേർത്തു നടത്തി താൻ വഴിയായെന്നും കാത്തിടുമേ. യുദ്ധമുന്നണിയിൽ ഇറങ്ങിപ്പൊരുതിടുവാൻ കർത്താവിൻ കൽപ്പന യോശുവ ഏറ്റുകൊണ്ടു. കുന്തമേന്തിയ കൈ താഴ്ത്തിടാതെ അവസാനത്തോളം പൊരുതു ജയമെടുത്തു. യുദ്ധമുന്നണിയിൽ ഇറങ്ങി പൊരുതിടുവാൻ കർത്താവിൻ കൽപ്പന യോശുവ ഏറ്റുകൊണ്ടു. കുന്തമേന്തിയ കൈ താഴ്ത്തിടാതെ അവസാനത്തോളം പൊരുതു ജയമെടുത്തു. മുന്നിലും പിന്നിലും കർത്താവിൻ കരുതൽ, വാഗ്ദത്ത നാട്ടിൽ നടത്തിടുവാൻ കൃപയിൻ കരുതലത്തിൽ ചേർത്തു നടത്തി താൻ വഴിയായെന്നും കാത്തിടുമേ. താൻ വഴിയായെന്നും കാത്തിടുമേ. നാം ആഹാന്റെ കാര്യം ചിന്തിച്ചു അല്ലേ? നീ ഞങ്ങളെ വലച്ചത് എന്തിന്? യഹോവ ഇന്ന് നിന്നെ വലയ്ക്കുമെന്ന് യോശുവ പറഞ്ഞ പിന്നെ ഇസ്രായേലെല്ലാം എന്ത് ചെയ്തു? ആഹാനെ ആ കുടുംബത്തെല്ലാം കല്ലെറിഞ്ഞ് അവരെ തീരിട്ട് ചുട്ടുകളയുകയും കല്ലെറിയുകയും ചെയ്തു അല്ലേ? അവൻ്റെ മേലെന്ത് വലിയ കൽക്കുന്ന് കൂട്ടി എന്ന് നമുക്ക് കണ്ടു. ഇങ്ങനെ യഹോവയുടെ ഉഗ്രകോപം മാറി. അതുകൊണ്ട് ആ സ്ഥലത്തിന് ആഘോർ താഴ്വര എന്ന പേർ പറഞ്ഞു വരുന്നു. ഞാൻ ഹായി രാജാവിനെയും അവൻ്റെ ജനത്തെയും ആ പട്ടണത്തെയും ദേശത്തെയും നിന്റെ കയ്യിൽ തന്നിരിക്കുന്നു. എരിഹോവിനോടും അതിൻ്റെ രാജാവിനോട് ചെയ്തതുപോലെ നീ ഹായിയോടും അതിൻ്റെ രാജാവിനോടും ചെയ്യണം. എന്നാൽ അതിലെ കൊള്ളയെയും കന്നുകാലികളും നിങ്ങൾക്ക് എടുത്തുകൊള്ളാം എന്ന് പറഞ്ഞു. അങ്ങനെ പട്ടണത്തിൻ്റെ പിൻഭാഗത്ത് പതിയിരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ യോശുവയും പടജനൊക്കെയും ഹായിലേക്ക് പോകുവാനായിട്ട് പുറപ്പെട്ടു. പരാക്രമശാലികളായ 30,000 പേരെ യോശുവ തിരഞ്ഞെടുത്തു. രാത്രിയിൽ അയച്ച് അവരോട് കൽപ്പിച്ചതെന്തെന്നാൽ, നിങ്ങൾ പട്ടണത്തിൻ്റെ പിൻഭാഗത്ത് പതിയിരിക്കണം. ഞാനും എന്നോട് കൂടെയുള്ള സകല ജനവും പട്ടണത്തോട് അടുക്കും. അവർ മുമ്പിലത്തെ പോലെ ഞങ്ങളുടെ നേരെ പുറപ്പെട്ടു വരുമ്പോൾ ഞങ്ങൾ അവരുടെ മുമ്പിൽ നിന്ന് ഓടും. അവർ പട്ടണം വിട്ട് പുറത്തേക്ക് കടക്കും. അവർ മുമ്പേ പോലെ നമ്മുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുന്നു എന്നവർ പറയും. അങ്ങനെ ഞങ്ങൾ അവരുടെ മുമ്പിൽ നിന്ന് ഓടും. ഉടനെ നിങ്ങൾ എന്ത് ചെയ്യണം? പതിയിരിപ്പിൽ നിന്ന് എഴുന്നേറ്റ് പട്ടണം പിടിക്കണം. നിങ്ങളുടെ ദൈവമായ യഹോവ അത് നിങ്ങളുടെ കൈ ഏൽപ്പിക്കും. പട്ടണം പിടിച്ച ശേഷം നിങ്ങൾ അതിനെ തീ വയ്ക്കണം. സൂക്ഷിച്ചുകൊള്ളുവിൻ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. അവർ പതിയിരിപ്പിന് ചെന്ന് ബേഥേലിനും ഹായിക്കും മധ്യേ, ഹായി പടിഞ്ഞാറ് അവർ അമർന്നു. യോശുവയോ ജനത്തിൻ്റെ ഇടയിൽ തന്നെ താമസിച്ചു. എന്നിട്ട് യോശുവ അതികാലത്ത് എഴുന്നേറ്റു ജനത്തെ പരിശോധിച്ചു. അവനും ഇസ്രായേൽ മൂപ്പന്മാരും ജനത്തിനു മുമ്പായി ഹായിക്ക് ചെന്നു. അവനോട് കൂടി ഉണ്ടായിരുന്ന പടജനമൊക്കെയും പുറപ്പെട്ടു. അടുത്ത് ചെന്ന് പട്ടണത്തിന് മുമ്പിൽ എത്തി അവർ ഹായിക്ക് വടക്ക് പാളയമിറങ്ങി. ഹായി രാജാവ് ഇത് കണ്ടപ്പോൾ അവൻ ജനത്തെല്ലാം കൂട്ടി ബന്ധപ്പെട്ട് ഇസ്രായേലിൻ്റെ നേരെ പടയ്ക്ക് പുറപ്പെട്ടു. പട്ടണത്തിന്റെ പിൻഭാഗത്ത് പതിയിരിപ്പുകാരുണ്ടെന്ന് ഹായി രാജാവ് അറിഞ്ഞിരുന്നില്ല.
യോശുവയും എല്ലാ ഇസ്രായേലും അവരോട് തോറ്റ ഭാവത്തിൽ മരുഭൂമി വഴിയായി ഓടി. യോശുവയെ ഹായി രാജാവും കൂട്ടരും പിന്തുടർന്നു. എല്ലാവരും പട്ടണം വിട്ട് പുറത്തായി. അപ്പോൾ യഹോവ യോശുവയോട് പറയാണ്, നിന്റെ കൈ കുന്തമേന്തിയ കൈ നീ ഹായിക്ക് നേരെ ഏന്തുക എന്ന് പറഞ്ഞു. അങ്ങനെ യോശുവ കുന്തം മേന്തി. ഉടനെ പതിയിരിപ്പുകാർ എഴുന്നേറ്റു. അവർ ഓടി പട്ടണത്തിൽ കയറി അത് പിടിച്ചു. ക്ഷണത്തിൽ പട്ടണത്തിന് തീ വെച്ചു. ആ പട്ടണക്കാർ പുറകോട്ട് നോക്കിയപ്പോൾ പട്ടണത്തിന് വലിയ ആകാശത്തോളം പൊങ്ങുന്ന ഒരു പുക പൊങ്ങുന്നത് അവർ കണ്ടു. അവിടെ വലിയൊരു യുദ്ധം നടന്നു. അവർ ഹായ് പട്ടണത്തെ യോശുവ പിടിച്ചെടുത്തു. ഹായ് രാജാവിനെ സന്ധ്യ വരെ മരത്തിൽ തൂക്കി. സൂര്യൻ അസ്തമിച്ചപ്പോൾ അവൻ്റെ ശവം മരത്തിൽ നിറക്കി പട്ടണവാതിൽക്കൽ ഇട്ട് വലിയ കൽക്കുന്ന് കൂട്ടുകയും ചെയ്തു. കൊള്ള തങ്ങൾക്കായിട്ട് തന്നെ അവർ എടുത്തു. അന്ന് ഏബാൽ പർവ്വതത്തിൽ കർത്താവ് ദൈവത്തിന് യാഗപീഠം പണിതു. ഹോമയാഗ സമാധാനങ്ങൾ അർപ്പിച്ചു. ഇസ്രായേലിൻ്റെ ദൈവത്തെ അവർ മഹത്വപ്പെടുത്തി. നമ്മുടെ ഇന്നത്തെ വാക്യം സങ്കീർത്തനം 144:1. എൻ്റെ പാറയായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ. അവൻ യുദ്ധത്തിന് എൻ്റെ കൈകളെയും പോരിന് എൻ്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു. സങ്കീർത്തനം 144:1. God bless you.